ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ റബിങ് മച്ചാൻ. എന്താണ് മച്ചാന്മാരെ വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ ഗായ്സ്, ഞാനൊരു പ്രതീക്ഷയുമില്ലാതെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഓൾറെഡി ഞാൻ വേറെ കുറച്ച് റിവ്യൂ കാര്യങ്ങളെല്ലാം കണ്ട്. അപ്പം ഇതിപ്പം എനിക്ക് പറയാൻ കാര്യം എന്ന് പറയുന്നത് എന്തുവാ, ഈ ഒരു സിനിമ ഇനി കാണാൻ പോകുന്നവരോടാണ്, അല്ലെങ്കിൽ ടിക്കറ്റ് എടുക്കാൻ ആഗ്രഹിക്കുന്നവരോടാണ് എനിക്ക് പറയാനുള്ളത്. അത് ഏകദേശം എനിക്ക് തോന്നുന്നു 2 ആഴ്ച എങ്ങാണ്ടായി സിനിമ ഇറങ്ങിയിട്ട്. വാഴ 2 കഴിഞ്ഞ് ഇറങ്ങിയൊരു സിനിമയാണിത്. അത് സിനിമയുടെ പേര് ഭരതനാട്യം 2 മോഹിനിയാട്ടം. എൻ്റെ ഗായ്സ്, എന്നാ പടപാടാത്! സത്യം പറഞ്ഞ തിയേറ്ററിൽ ഇരുന്ന് നമ്മൾ ചിരിച്ച് മാറിയിരിക്കും അമ്മാതിരി രീതി. കാരണം എൻ്റെ കണ്ണീന്ന് വരെ വെള്ളം വന്നു പോയി, കാരണം ചിരിച്ചു കേട്ടോ. സീരിയസ്ലി ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഹാഫ് അവർ എന്താ പറയുന്ന ഒരു നോർമൽ രീതി കൊണ്ടുവന്ന് കഥയുടെ ട്രാക്ക് കാര്യങ്ങളെല്ലാം വരുവാണെങ്കിൽ, സെക്കൻഡ് ഹാഫ് എൻ്റെ പൊന്നോ, നമ്മൾ ആ സെക്കൻഡ് ഹാഫ് തുടങ്ങുന്ന അവിടം തൊട്ട് ലാസ്റ്റ് അത് തീരുന്ന അവിടം വരെ ഒരു രക്ഷയില്ലായിരുന്നു. അമ്മാതിരിയായിട്ടാണ് അവന്മാർ എടുത്തു വെച്ചിരിക്കുന്നത്. കാരണം ഞാൻ പറഞ്ഞു, ഇതൊരു കോമഡി എന്ന് പറയുമ്പോൾ അവർ ഡാർക്ക് ഹ്യൂമർ രീതിയിലാണ് ആ ഒരു കോമഡി, അതായത് അവർ സീരിയസ് ആയിട്ട് ചെയ്യുന്ന സംഭവം അതൊരു കോമഡി രീതിയിൽ കൊണ്ടുവരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വേറെ ലെവല് തന്നെയാണ്. പിന്നെ എടുത്തു പറയേണ്ടത് ഒന്ന് സൈജു കുറുപ്പ്, അതുപോലെ തന്നെ സുരാജേട്ടൻ. ഇവർ രണ്ടുപേരും പൊളിച്ച്. എനിക്ക് ഇവരെ കാട്ടി ഒരുപാട് ഇഷ്ടപ്പെട്ടത് ബേബിജി. എൻ്റെ മോനെ, പുള്ളീനെ കാണിക്കുമ്പോൾ തൊട്ട് കിട്ടുന്ന ഒരു സംഭവം എന്ന് പറയുന്നത്, പുള്ളി എന്തോ പറയുന്നത്, പുള്ളി ഒരു അഭിനയിക്കുന്നത് സത്യം പറഞ്ഞാൽ ജീവിക്കുന്ന രീതിയിലാണ് കേട്ടോ. ആ ഒരു എന്തോ പറയുന്നത്, പുള്ളിയുടെ ആ ഒരു ആക്ടിങ് ആ ഒരു ഇത് വെച്ച് നോക്കുവാണെങ്കിൽ പുള്ളി എന്താ പറയുന്ന ആ ഒരു ജീവിക്കുന്ന രീതിയിലാണ് പുള്ളി ആ ഒരു ക്യാരക്ടർ അത് ചെയ്തിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ എനിക്ക് പേഴ്സണലി അങ്ങനെയാണ് കേട്ടോ തോന്നിയ. പിന്നെ ഇതെല്ലാം കഴിഞ്ഞ് നമ്മുടെ ഫസ്റ്റ് ഹാഫും കഴിഞ്ഞ് സെക്കൻഡ് ഹാഫ് വന്ന് കഴിയുമ്പം എൻ്റെ ആളിയാ വിനയ് ഫോർട്ടിൻ്റെ ഒരു വരവുണ്ട്. പുള്ളിയുടെ ലുക്ക് അത് എടുത്ത് പറയേണ്ട ഒന്നാണ് കേട്ടോ. സീരിയസ്ലി പറഞ്ഞാൽ ഭരതനാട്യം എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഒരു പാർട്ടുണ്ട്. പക്ഷെ അതും ഇതും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നു അതിനെക്കാട്ടി ഒന്നും കൂടെ, അല്ലെങ്കിൽ ഒരു പിടി മുന്നിൽ തന്നെയാണ് ഈ സിനിമ നിൽക്കുന്നത് കേട്ടോ. ഫസ്റ്റ് ഹാഫ് പക്ഷേ തിയേറ്ററിൽ അത്ര വലിയ വിജയം കൊണ്ടില്ലെങ്കിലും, പക്ഷെ സെക്കൻഡ് മോനെ കിഡു സാധനം. ഞാൻ നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ ധൈര്യമായിട്ട് ടിക്കറ്റ് എടുത്തോ, നിങ്ങൾക്കത് വെർത്തായിരിക്കും, ഉറപ്പുള്ള കാര്യമാണ്. കാരണം നമുക്ക് ഒരു ഫാമിലി ആയിട്ട് കയറി കഴിഞ്ഞ് എൻജോയ് ചെയ്ത് ആ ഒരു സിനിമ നമുക്ക് ഇറങ്ങാൻ പറ്റും. ചില സീൻസൊക്കെ ഉണ്ട്. വിനയ് ഫോർട്ട് എന്തുവാ വന്നിറങ്ങുന്ന ഒരു സീനുണ്ട്, എൻ്റെ പൊന്നാളി, അവർ കിഡ്കാച്ച സീനാണ് കേട്ടോ. അവർ തന്നെ എടുക്കുന്ന ചോദ്യം ചെയ്യുന്നത്. അതുപോലെ തന്നെ ഒരുപാട് സാധനം ഡാർക്ക് ഹ്യൂമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങേറ്റവും ഉണ്ട് ആ ഒരു സിനിമയ്ക്കകത്ത്. കാരണം നമുക്ക് പേഴ്സണലി നമുക്ക് എന്താ പറയുന്നത്, അവർ ചെയ്യുന്ന, ഞാൻ പറഞ്ഞില്ല, അവർ ചെയ്യുന്ന ഓരോ സീരിയസ് കാര്യങ്ങളും നമുക്കത് എന്താ പറയുന്ന, അത് നമ്മൾ ചിരിച്ചു പോകണം. കാരണം ആ ഒരു രീതിയിൽ അവർ ചെയ്ത് വെച്ചിരിക്കുന്നതിനകത്ത് ഫസ്റ്റ് ഹാഫൊക്കെ നമുക്ക് ഒരു ഇച്ചിരി അതായത് അത്ര ഹൈപ്പിൽ ഇങ്ങനെ വരത്തില്ലെങ്കിലും, ഫസ്റ്റ് ഹാഫ് എനിക്ക് ഞാൻ പറയാം ഒരു 10-15 മിനിറ്റ് കഴിയുമ്പം നമുക്ക് അതിൻ്റെ ഒരു ട്രാക്ക് കാര്യങ്ങൾ, അതായത് എന്താണ് കഥ എന്നുള്ളതിലേക്ക് വരും. അത് കഴിഞ്ഞ് പിന്നെ സെക്കൻഡ് ഹാഫാണ് എൻ്റെ മോനെ അവന്മാർ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളും അതൊക്കെ വേറെ ലെവലാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ എനിക്ക് പടം പേഴ്സണലി എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. നിങ്ങൾ ധൈര്യമായിട്ട് നിങ്ങൾ ടിക്കറ്റ് എടുത്തോ, കയറി കണ്ടോ. അപ്പോൾ ഇത് നീ കാണാൻ പോകുന്നവരാണ് ഞാൻ പറയുന്നത്. ഏകദേശം എനിക്ക് തോന്നുന്നു ഇപ്പം തന്നെ ആ ഒരു സിനിമ ഒരു 25 കോടിക്ക് മേളിൽ കളക്ട് ചെയ്ത് കഴിഞ്ഞ്. ഇപ്പം വാഴ 2 ഇറങ്ങി, വാഴ 2 200 കോടി അടിച്ചിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഇടയിലാണ് ഈ ഒരു സിനിമ ഇങ്ങനെ ഇറങ്ങുന്നത്. ഗൈസ്, നിങ്ങൾ സത്യമാണ്, നിങ്ങൾ ടിക്കറ്റ് എടുത്തോ. ഞാൻ ഉറപ്പ് വരുന്നത് നിങ്ങൾ ടിക്കറ്റ് എടുക്കും. നിങ്ങൾക്ക് എന്തായാലും എനിക്ക് പേഴ്സണലി എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട്. എന്തായാലും നിങ്ങൾ കുറച്ച് പേരെങ്കിലും കണ്ടവരെന്തായാലും കമൻറ്റ് വന്ന് നിങ്ങളുടെ അഭിപ്രായം പറയുക. ഇനി കാണാൻ പോകുന്നവരോടാണ് പറയുന്നത്, നിങ്ങൾ ധൈര്യമായിട്ട് ടിക്കറ്റ് എടുത്തോ, നിങ്ങൾക്ക് ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും സീരിയസ്ലി. അപ്പോൾ എന്തായാലും അടുത്തൊരു സിനിമയുടെ റിവ്യൂ ആയിട്ട് വരുന്നത്. ബൈ.